എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ബീട്രൂട്ട് പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനൊരു അരപ്പ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഈ പ്ലേറ്റിൽ എടുത്ത് വെച്ചിരുന്ന എല്ലാ ചേരുവകളും ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ബീട്രൂട്ട് ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒരു പാനിലേക്ക് മാറ്റുകയാണ്. ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് തീ കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു 12 മിനിറ്റ് എടുത്തു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് പാകത്തിന് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ദേ ഇപ്പോൾ ബീട്രൂട്ടെല്ലാം പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇത് വറ്റിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പുളിശ്ശേരിയാണല്ലോ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് സമയം തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. കൂടുതൽ സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞതുപോലെ ആയി പോകും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തേങ്ങയുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടുള്ള അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴാണ് ഇതിലേക്ക് തൈര് ചേർക്കുന്നത്. ഞാൻ 1/4 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ദേ ഇവിടെ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. ഇത് അടിച്ച് മോര് പോലെയൊന്നും ആക്കരുത്. ചെറുതായിട്ട് അതിലെ കട്ടകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറിലുള്ള പുളിശ്ശേരിയാണ് തയ്യാറായിട്ടുള്ളത്. സാധാരണയായിട്ട് ബീട്രൂട്ട് വെച്ചിട്ട് പച്ചടിയോ അല്ലെങ്കിൽ തോരനോ മെഴുക്കുവരട്ടിയൊക്കെയാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അതിൻ്റെ എല്ലാം റെസിപ്പികൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ആ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാനൊരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതേ കണ്ടില്ലേ, നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള പുളിശ്ശേരിയാണ് റെഡി ആയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാനുണ്ട്. ഉലുവയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ബീട്രൂട്ട് പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തന്നാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്